ജർമ്മൻ സൈന്യത്തിലെ ഒരു പുതിയ സൈനികൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. മൈനുകൾ നിറച്ച ഒരു പാടത്ത് ഒരു സോവിയറ്റ് ബാലൻ കിഴങ്ങ് കുഴിക്കുന്നത് അവൻ കണ്ടു. സൈനികനുടൻ തന്നെ അവന് നേരെ തോക്കു ചൂണ്ടി. അവൻ ട്രിഗറിൽ വിരൽ വെക്കാൻ തുടങ്ങുകയായിരുന്നു. ആൺകുട്ടി ഭയന്നുപോയി. അവൻ കോരിക വലിച്ചെറിഞ്ഞ് ഇരു കൈകളും ഉയർത്തി. ഞാനൊരു ഭീഷണിയല്ല എന്നവൻ ആംഗ്യം കാണിച്ചു. എന്നാൽ വെടിയുതിർക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് പെട്ടെന്നൊരു നായ ആൺകുട്ടിക്ക് മുന്നിലേക്ക് ചാടി. അത് സോവിയറ്റ് വേട്ടനായ കുഴയായിരുന്നു. അത് സ്വന്തം ശരീരം കൊണ്ട് ആൺകുട്ടിയെ സംരക്ഷിച്ചു. പുതിയ സൈനികൻ കണ്ടത് അവന്റെ സ്വന്തം നായയും കുഴയും പഴയ സുഹൃത്തുക്കളെ ഓർമ്മയിലെന്ന പോലെ പരസ്പരം തിരിച്ചറിയുന്നതാണ്. ആ നിമിഷം തന്നെ അവൻ മനസ്സിലാക്കി, ഇതൊരു ശത്രുവല്ല, ഒരു സുഹൃത്താണ്. അവൻ ഓടി രക്ഷപ്പെടുക എന്ന ആംഗ്യം കാണിച്ചു. ആൺകുട്ടി കുഴിയുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് മൈനുകൾ ഒഴിവാക്കി ശ്രദ്ധയുടെ പാടത്തുനിന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവൻ പുറത്തു വന്ന ഉടൻ വിശന്നവനും അത്യാഗ്രഹിയുമായ ഒരു മംഗോൾ അവന്റെ മുന്നിൽ നിന്നു. അവൻ ആൺകുട്ടിക്ക് നേരെ തോക്കു ചൂണ്ടി. കിഴങ്ങുകളെല്ലാം എനിക്ക് തരൂ എന്ന് കൽപ്പിച്ചു. അവന്റെ കണ്ണുകൾ ഉടൻ തന്നെ കുഴയിൽ പതിഞ്ഞു. കരുത്തനും തടിച്ചവനുമായ നായയെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ അത്യാഗ്രഹം തിളങ്ങി. അവൻ അലറി, നിനക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ കിഴങ്ങുകളും ഈ നായയെയും എനിക്ക് കൈമാറണം. ആൺകുട്ടിക്ക് സ്വന്തം ജീവൻ കൊടുക്കാമായിരുന്നു, പക്ഷേ കുഴയെ കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അവൻ നായയെ പിന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മംഗോൾ വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ ജർമ്മൻ ഓഫീസറുടെ കാർ അവിടെ എത്തി. മംഗോൾ ഉടൻ തന്നെ ആയുധം താഴെയിട്ട് കൈകൾ ഉയർത്തി. ആൺകുട്ടിയും കൈകൾ ഉയർത്തി. അവരെ ഇരുവരെയും വെടിവെക്കാൻ തയ്യാറെടുക്കുമ്പോൾ മംഗോൾ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നൊരു കടലാസ് പുറത്തെടുത്തു. അതൊരു കീഴടങ്ങൽ പത്രവും വെള്ളക്കുടിയുമായിരുന്നു. അവൻ പറഞ്ഞു, എന്നെ തടവുകാരനാക്കൂ. എന്നാൽ വിധി മറ്റൊന്നാണ് കരുതിയിരുന്നത്. ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങിയുടൻ അവന്റെ കാലൊരു മൈനിൽ ചവിട്ടി ഒരു വലിയ സ്ഫോടനമുണ്ടായി. അവന്റെ ശരീരം ചിതറിപ്പോയി. ഇപ്പോൾ ജർമ്മൻ ഓഫീസർ ആൺകുട്ടിക്ക് നേരെ ലക്ഷ്യമിട്ട് ഒരു വെടിയുതിർത്തു. ആ നിമിഷം തന്നെ കുഴച്ചാടി. ജർമ്മൻ സൈനികന്റെ സ്വന്തം നായയും പെട്ടെന്ന് ഓഫീസറെ ആക്രമിച്ചു. അതിനാൽ അയാൾക്ക് മറ്റൊരു വെടിയുതിർക്കാൻ കഴിഞ്ഞില്ല. ഓഫീസർ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നായ വിട്ടില്ല. ഒടുവിൽ പരാജയം സമ്മതിച്ച് ഓഫീസർ തന്റെ സൈന്യത്തോടൊപ്പം പിൻവാങ്ങി. ആൺകുട്ടി കണ്ടത് കുഴ അവന് വേണ്ടി വെടിയേറ്റിരിക്കുന്നു എന്നാണ്. അവന്റെ ഹൃദയം തകർന്നു. അവനൊരു ചാക്ക് കിഴങ്ങ് കാലിയാക്കി. അതുകൊണ്ടൊരു സ്ട്രെച്ചർ ഉണ്ടാക്കി. എന്നിട്ട് കുഴയെ വലിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. അവൻ വഴിയിലുടനീളം കരഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് ഇനിയും ശക്തിയുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അവനെ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും കുഴയ്ക്ക് ശ്വാസം നിലച്ചിരുന്നു. അവൻ രക്തസാക്ഷിയായി. 100 വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം പുനരധിവസിപ്പിക്കുമ്പോൾ ഗ്രാമം പൊളിക്കാൻ ബുൾഡോസർ പോയപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തി. മുന്നിൽ ഒരു ശവകുടീരമുണ്ടായിരുന്നു. ഗ്രാമവാസികൾ മുഴുവൻ അവിടെ തടിച്ചുകൂടി. എല്ലാവരും തലകുനിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു.